ഒടുവിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓട്ടോമാറ്റിക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പുൾ ചെയ്യുന്ന മെത്തേഡല്ല, മാനുവൽ അപ്ഡേറ്റ് ചെയ്യുന്ന മെത്തേഡാണെങ്കിൽ, അപ്ലോഡ് ചെയ്യുന്ന മെത്തേഡാണെങ്കിൽ അതിനെ ആ ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കാനുണ്ട്. നമുക്ക് ചിലപ്പം ബാങ്കിൽ നിന്ന് CSV കിട്ടാം, അല്ലെങ്കിൽ എക്സൽ ഫോർമാറ്റ് കിട്ടാം, ചിലപ്പോൾ PDF ആവാം. PDF ആണെങ്കിൽ കുറച്ചും കൂടെ റിസ്ക് ആണ്, കാരണം നമ്മൾ അതിനെ എക്സലിലേക്ക് മാറ്റുമ്പോൾ ഏതെങ്കിലും ഫിഗറൊക്കെ മാറിപ്പോയാലും, ഒരു അക്ഷരം മാറിയാലും അല്ലെങ്കിൽ ഒരു അക്കം മാറിയാലും നമ്മുടെ ഫിഗർ മാറും. നമുക്കത് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ റിക്കൺസിലേഷനെ ബാധിക്കും, നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും CSV നോക്കുക, പിന്നെ അല്ലെങ്കിൽ എക്സൽ ഇട്ടോ നോക്കുക. അതുമാത്രമല്ല, കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ്, അതിൻ്റെ ഡെപ്പോസിറ്റ്സ് ലെസ് വിത്ഡ്രോവൽ കുറഞ്ഞിട്ട് കറക്റ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആണോ എത്തുന്നതെന്നുള്ളത് നോക്കിയിട്ട് കൺഫേം ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എനിക്ക് ഞാനൊരു സാമ്പിൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊരു റഫ് ആയിട്ട് ഡ്രാഫ്റ്റ് വർക്ക് ഇതിന് വേണ്ടിയിട്ട് ട്യൂട്ടോറിയൽ പർപ്പസിനുള്ളതാണ്. ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്വാഭാവികമായിട്ടും എക്സൽ കിട്ടിയുമ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയൊരു ഫ്ലാഗ് കാണാം. ആ ഫ്ലാഗ് നമ്മൾക്കറിയാം അത് ടെക്സ്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, അത് ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് ആ ഫ്ലാഗ് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത് പഴയ വേർഷൻ എക്സലാണ്. സമ്മ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സമ്മ് വരുന്നില്ല ഇവിടെ, സമ്മ് വരാത്ത ഇത് ടെക്സ്റ്റാണ്. അപ്പം നമ്മൾ ആദ്യം ഇത് ബാലൻസ് ആണ്, ബാലൻസ് നമുക്ക് ആവശ്യമില്ല, എന്നാലും ഞാനിവിടെ നമുക്ക് പർപ്പസിന് വേണ്ടിയിട്ട് ടോട്ടൽ പർപ്പസ് നോക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പം അതിനെ, അതായത് നമ്മൾക്കിതിനെ നമ്പറിലേക്ക് മാറ്റിയിട്ട് തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്പറിന് ഇത്തരം കാര്യത്തിൽ നമ്പർ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്ത ശേഷം അതിനെ കോപ്പി എടുക്കാം. എന്നിട്ട് അതിനെ മൊത്തം സെലക്ട് ചെയ്യുക. നമുക്കിവിടെ മൊത്തത്തിൽ സെലക്ട് ചെയ്യാം, എല്ലാം കൂടി തന്നെ ഇവിടെയൊക്കെ ടെക്സ്റ്റ് ഉണ്ട്, എല്ലാം ടെക്സ്റ്റ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, മൊത്തത്തിൽ സെലക്ട് ചെയ്ത ശേഷം ഒന്ന് കോപ്പി എടുത്തിട്ടാണ് ഒന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുന്നു, വാല്യൂ എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഒന്ന് കൊണ്ട് ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ ആക്കും. അപ്പോൾ ടെക്സ്റ്റ് ന്യൂമറിക് ആവും. ഇപ്പോൾ ന്യൂമറിക് ആയിട്ടുണ്ട്, ഇത് പോയിട്ടുണ്ട്. ഇനി നമ്മൾ കൂട്ടിയെടുക്കുമ്പോൾ താഴെ സമ്മ് കാണാം. ഓക്കെ, നമ്മൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒന്ന് വായിച്ചാൽ ഡിലീറ്റ് ചെയ്താൽ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇവിടെ നമ്മൾക്ക് ദിസ് മൈനസ് വെറുതെ ഇട്ട് നോക്കാം, കാരണം ഇത് ഞാൻ സാമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ബാലൻസ് ചെയ്തിട്ടുണ്ടോ നോക്കാനാണ്. 1000 5000 കറക്റ്റാണ്, നമ്മൾക്ക് കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ബാലൻസ് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, ഞാനത് കളിയുന്നു. ഓക്കെ, ഇനി വേണ്ടത് നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് വേണ്ടത് ഡേറ്റ് വേണം, വാല്യൂ ഡേറ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡേറ്റ്. നമുക്കിപ്പോൾ ട്രാൻസാക്ഷൻ ഡേറ്റ് തന്നെ എടുക്കുക, അത് ഡേറ്റ് ആക്കിയിട്ട് നമ്മൾ ഡേറ്റ് ആക്കിയിട്ട് എടുക്കുന്നു. ഡേറ്റ് ആവശ്യമുണ്ട്, വാല്യൂ ഡേറ്റ് വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഡേറ്റ് ആണ് വേണ്ടത്. പിന്നെ ഇത് ട്രാൻസാക്ഷൻ പോസ്റ്റ് ഡേറ്റ് ഉണ്ട്, അത് നമ്മൾക്കിപ്പോൾ ആവശ്യമില്ല, കളഞ്ഞു. ഇവിടെ വേറെ എന്തൊരു കോളുണ്ട്, അത് കളഞ്ഞു. റെഫറൻസ് ഉണ്ട്, ട്രാൻസാക്ഷൻ ID ഉണ്ട്, ട്രാൻസാക്ഷൻ റെഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾക്ക് ഒന്നിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് ലേബൽ എന്നാണ് ഞാൻ ഇതിനെ മാർക്ക് ചെയ്യുന്നത്, അതായത് നരേഷനാണ്, ഓരോ ലൈനിൻ്റെ നരേഷൻ. ഇവിടെ ഈക്വൽ ടു അടിക്കുന്നു, എന്നിട്ട് ഈ ട്രാൻസാക്ഷൻ ID അടിക്കുന്നു, പിന്നെ ഒരു ആൻഡ്, എന്നിട്ട് ഡബിൾ കോളൻ കൊടുക്കുന്നു, ഒരു സ്പേസ് ഇടുന്നു, ഞാനൊരു പ്രത്യേക മാർക്ക് ഇടുന്നു, വീണ്ടും സ്പേസ് ഇടുന്നു, വീണ്ടും കോളൻ ക്ലോസ് ചെയ്യുന്നു, വീണ്ടും ആൻഡ് അടിക്കുന്നു. ആൻഡ് എന്ന് പറയുന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് B2, പിന്നെ ആൻഡ് അതിൻ്റെ കൂടെ എന്തുണ്ടാവും, ഒരു സ്പേസ് ഇട്ടിട്ട് ഈ ഒരു മാർക്ക് ഉണ്ടാവും, സ്പേസ് ഇട്ടിട്ട് പിന്നെ വീണ്ടും ആൻഡ് E2 എന്ന് പറയുന്നത് ഇതുണ്ടാവും. എൻ്റർ അടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്കൊരു മാർക്ക് വന്നിട്ടുണ്ട്. ഇക്വേഷൻ ഇതാണെങ്കിലും ഇതിനൊന്ന് വലിച്ചാൽ ഈ കോളവും ട്രാൻസാക്ഷൻ ഐഡിയും ഈ കോളവും രണ്ടും കൂടെ ജോയിൻ്റ് ആയിട്ട് ഈ കോളത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇത് പോവും. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് അതിന് വാല്യൂ ആയിട്ടും ഇതിൻ്റെ മേലെ തന്നെ പേസ്റ്റ് ചെയ്യുക, സെയിം സ്ഥലത്ത്. ഇപ്പോൾ ഇത് ഇക്വേഷനല്ല, വാല്യൂ ആയി. ഇനി ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോവില്ല. അതേപോലെ ഈ ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും പോവില്ല. ഓക്കെ, ഇപ്പം ഇത് ഡെബിറ്റ്, ഇത് ഡിപ്പോസിറ്റാണ്, ഇതാണ് പിന്നെ വിത്ഡ്രോവലാണ്. ഇവിടെ ബാലൻസ് ഉണ്ട്. നമ്മൾക്ക് രണ്ടും കൂടെ ഒരു കുളത്തിലേ വേണ്ടു. അതായത് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവും വിത്ഡ്രോവൽ മൈനസ് ആയിട്ട് കിട്ടണം. അതിന് നമ്മൾ ചെയ്യുന്നത് ഈക്വൽ ടു ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് മൈനസ് ഇത്, അതായത് ഒരു കുളത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് മൈനസായി വന്ന് 0 - 56 വന്ന് അത് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ 28 ഉണ്ട്, ബാക്കിയൊക്കെ മൈനസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെയും നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കോപ്പി പേസ്റ്റ് വാല്യൂസ് ആക്കി. ഇക്വേഷൻ എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ടോട്ടൽ ചെയ്താൽ 1,40,000 വരുന്നുണ്ട്. നമ്മൾക്ക് ഇനി വേണ്ടത്
ഇത് രണ്ടും കൂടെ ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് 1,40,000 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. മൈനസ് ദിസ് വൺ 1,40,683. അപ്പോൾ ഈ ഫിഗർ കറക്റ്റ് ആണെന്നില്ല നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കോപ്പി അടിക്കുക, പേസ്റ്റ് സ്പെഷ്യൽ വാല്യൂ ആക്കുക. അത് വാല്യൂ ആക്കി. ഇനി നമുക്ക് ഈ ബാലൻസിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല, ഈ 3 കോളത്തിൻ്റെ ആവശ്യമില്ല. ഇതായി എമൗണ്ട് ഇതായി. ഓക്കെ, ഇപ്പോൾ ലേബലായി, ഡേറ്റായി, എല്ലാമായി. ഇനി ഒരു കാര്യം കൂടി റഫറൻസ് വേണമെങ്കിൽ കൊടുക്കാം. അതായത് റഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രിയും കൂടി ഉണ്ട്. അതായത് ഓരോ ട്രാൻസാക്ഷനും അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും. ആ ഡെബിറ്റും ക്രെഡിറ്റിനും വേണ്ടിയിട്ടുള്ള ട്രാൻസാക്ഷൻ റഫറൻസാണ് റഫറൻസ് എന്ന് നരേഷനാണ് റഫറൻസ് എന്ന് പറയുന്നത്. ഓരോ ഡെബിറ്റിനൊരു റഫറൻസ് നിരേഷൻ, ക്രെഡിറ്റിനൊരു നരേഷൻ വേണമെങ്കിൽ അതിനെയാണ് ലേബൽ എന്ന് പറയുന്നത്. അതാണ് രണ്ടും തമ്മിലൊരു വ്യത്യാസം. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇത് തന്നെ മതിയെങ്കിൽ അത് തന്നെ എടുത്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഇത് നിർബന്ധമൊന്നുമില്ല. ഇനി സീരിയൽ നമ്പർ നിർബന്ധമില്ല. അതിന് പകരം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇത് ഫോർ എക്സാമ്പിൾ ഞാൻ ഏപ്രിൽ ടെക്സ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നു. ഏപ്രിൽ 2025 എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് എന്ന് കൊടുക്കുന്നു. അതെല്ലാം ഒരേപോലെ കൊടുക്കുന്നു. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, അനമൈസ്ഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇത്രയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഈ ബാങ്കിൻ്റെ ഡേറ്റ് ഇതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമുക്കിവിടെ ഡെമോ എന്ന് പറയുന്ന ഒരു ഓഡു ഡെമോ എടുത്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് കാണിക്കാം. ഇത് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് കൊണ്ടിടാണ്. ഫൈനൽ അനോണിമൈസ്ഡ്. ഓക്കെ, ഞാനിവിടെ ഒരു ബാങ്ക് ഇതാക്കിയിട്ടുണ്ട്. ഞാനൊരു ജേണലിൽ ഒരു പുതിയ ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, ഞാനൊരു ബാങ്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി അക്കൗണ്ടിങ്ങിൽ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണിക്കും. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇനി നമ്മളിവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടിങ് ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് ഓപ്ഷൻ ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. അനോണിമൈസ്ഡ്, ഫൈനൽ അനോണിമൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ലേബൽ ഉണ്ട്, എമൗണ്ട് ഉണ്ട്, റെഫറൻസ് ഉണ്ട്. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഡാറ്റ കണ്ടെയ്ൻസ് ഇൻകറക്റ്റ് വാല്യൂസ്. ഡാറ്റ അതായത് ഡേറ്റ് ഫോർമാറ്റ് തെറ്റ് എന്നില്ല. ഇയർ മന്ത് ഡസ് നോട്ട് മാച്ച് ഇയർ മന്ത് ഡേറ്റ്. ഇയർ മന്ത് ഡേറ്റ് വേണം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഓരോരാളിൽ ഡിഫറൻസ് ഉണ്ടാവാം. ഇയർ മന്ത് ഡേറ്റ് ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല ഉള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഒരു ഫോർമാറ്റ് മാറ്റിയാൽ മതി. ഇത് ഡേറ്റ് കറക്റ്റാണ്. ഇയർ മന്ത് ഡേറ്റ് ഫോർമാറ്റിൽ നമുക്ക് ഇതിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ പരിശോധിക്കുക, അല്ലെങ്കിൽ നമുക്ക് മാറ്റാം. ഇയർ മന്ത് ഡേറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റാം. ഇതിൽ എവിടെയും ഇയർ മന്ത് ഡേറ്റ് ഇതിലൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുമെങ്കിൽ നമുക്ക് ഇതാക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സിസ്റ്റത്തിൻ്റെ ഫോർമാറ്റ് ഇയർ മന്ത് ഞാനിപ്പോൾ ഒരു വേറെ എടുത്തപ്പം ഡേറ്റ് ഫോർമാറ്റ് എടുത്തപ്പോൾ അത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇത് ഇപ്പോൾ ഡേറ്റ് ഞാൻ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഡേറ്റ് ഫോർമാറ്റ് അല്ല ഉള്ളത്. സ്ലാഷിനെ ഞാൻ കോമയാക്കുന്നു. ഓക്കെ, ഇപ്പോൾ അത് ഡേറ്റ് ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ സേവ് ചെയ്യുന്നു. വീണ്ടും അപ്ലോഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്ന് ഞാനത് ലോഡ് ഡാറ്റ വീണ്ടും കൊടുത്തു. ആ ഡാറ്റ വീണ്ടും ലോഡ് ചെയ്തു, ഫ്രഷായി ലോഡ് ചെയ്തു, ടെസ്റ്റ് അടിക്കുന്നു. ഇപ്പോൾ ഇവിടെ എറർ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരാണ്. അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഏപ്രിൽ 2025 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി നിലവിലില്ല. പ്രശ്നമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ക്രിയേറ്റ് വാല്യൂസ് കൊടുക്കുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അത് പുതിയതായി ക്രിയേറ്റ് ചെയ്യോളൂ, എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യും. അപ്പം ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡാഷ്ബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 20 ഐറ്റംസ് ടു റീകൺസിൽ കാണാം. 20 ഐറ്റംസ് ആണുള്ളത്. നമുക്കിവിടെ 20 ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ട്രാൻസാക്ഷൻസ് എടുത്ത് നോക്കാം. നമ്മൾ കൊടുത്ത എല്ലാ ട്രാൻസാക്ഷൻസ് ഇത് വരും. ഇത് 18.3 ആണ് വേർഷൻ ഓഡു. അതുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റ്. ഇതിന് മുമ്പ് നിങ്ങൾ കണ്ട ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കില്ല.
ഇതിപ്പം വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ വന്നിട്ട് കാണാം. ഡേറ്റ് ഉണ്ട്, ലേബൽ വന്നിട്ടുണ്ട്. ഓക്കെ, പാർട്ടറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആവശ്യമില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നെയിം ഉണ്ട്. ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ആ എൻട്രീൻ്റെ റെഫറൻസ് നമ്മൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു എൻട്രി ഏതെങ്കിലും ഒരു എൻട്രി ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ റെഫറൻസ് അവിടെ കാണിക്കും. ഓക്കെ, ഇതിപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സൽ ഫോർമാറ്റ് സെറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചത്. മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. താങ്ക് യു.